നമസ്കാരം. സമ്പൂർണ്ണ ഒക്ടോബർ മാസഫലം 2024. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. മേടക്കൂറ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക. മേടക്കൂറുകാർ ഈ മാസം തൊഴിലിടങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ്. ജോലി ഭാരം വർദ്ധിക്കാം. ജോലിയോട് അനുബന്ധിച്ച് മാനസിക ടെൻഷൻ, പ്രയാസങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം തൊഴിലിടങ്ങളിൽ ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരോടുള്ള മനോഭാവത്തിൽ ശ്രദ്ധ വേണം. പുതിയ തൊഴിലിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഭാരവും ടെൻഷനും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ജോലിയിടങ്ങളിലെ അശ്രദ്ധകൾ ഒഴിവാക്കേണ്ടതാണ്. തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കാൻ ഇടയുള്ള സമയമാണ്. വിദേശ രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ജോലി കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. ശ്രമങ്ങൾ ഉപേക്ഷിക്കാതെ തൊഴിൽ കണ്ടെത്താനായി പരിശ്രമിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മികവ് കണ്ടെത്താൻ ആകുന്നതാണ്. ബിസിനസ്, സംരംഭങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാകുന്നു. ബിസിനസ് മെച്ചപ്പെടുത്താവുന്ന സമയമാണ്. ബിസിനസ്സിൽ നിന്ന് വരുമാനങ്ങളും ധനനേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ബിസിനസ്സിലെ ചിലവുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ആയതിനാൽ വരവു ചിലവുകളെ പ്രത്യേകം വിലയിരുത്തി മുന്നോട്ടു പോകേണ്ട സമയം കൂടിയാണ് മേടക്കൂറുകാർക്ക് ഈ ഒക്ടോബർ മാസം. ജോലിയിലൂടെയും ബിസിനസ്സിലൂടെയും ധനസ്ഥിതി മെച്ചപ്പെടാം. പാഴ്ചിലവുകളും വന്നുപെട്ടേക്കാം. അത്തരം വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഒക്ടോബർ മാസ അവസാനങ്ങളിൽ ബിസിനസ്സിലും തൊഴിൽ മേഖലയിലും ജാഗ്രത പുലർത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കാവുന്ന സമയമാണ്. പഠനത്തിൽ ശ്രദ്ധ പുലർത്തുക. ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് കാര്യതടസ്സങ്ങൾ മാറി ഉപരിപഠന സാധ്യതകൾ അനുകൂലമാകുന്നതാണ്. മേടക്കൂറുകാരുടെ ആരോഗ്യസ്ഥിതി വിശകലനം ചെയ്യുമ്പോൾ ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെടാവുന്ന സമയമാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് സ്ഥിതിയിൽ മാറ്റമുണ്ടാകും. രോഗചികിത്സകൾ നടത്താനും രോഗനിർണയത്തിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനത്തിനും ഗുണം ലഭിക്കാം. ആരോഗ്യ പരിപാലനത്തിനായി വ്യായാമങ്ങൾ, യോഗ, ചികിത്സകൾ എന്നിവ ആരംഭിക്കാനും സാധ്യതയുണ്ട്. ഒക്ടോബർ മാസ അവസാനങ്ങളിൽ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണ്ടിവരുന്ന സമയമാണ്. ഉദരരോഗ സംബന്ധമായ ലക്ഷണങ്ങളോ ഉദരരോഗങ്ങളോ ഉണ്ടാകാം. ഭക്ഷണത്തിൽ ശ്രദ്ധ പുലർത്തുക. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ വേണ്ടിവരുന്ന സമയമാണ് മേടക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. വിവാഹത്തിനും വിവാഹ ആലോചനകൾക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കാം. പ്രണയബന്ധത്തിൽ ശ്രദ്ധ വേണം. പ്രയാസങ്ങളും തെറ്റിദ്ധാരണകളോ വാക്തർക്കങ്ങളോ ഉണ്ടാകാനിടയുള്ളതിനാൽ സംസാരത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ ജാഗ്രത പുലർത്തുക. പെട്ടെന്നുള്ള രോഗങ്ങളോ നിലവിലെ രോഗാവസ്ഥകൾ ഉള്ളവരെ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. രോഗചികിത്സകൾ, ചെക്കപ്പ് എന്നിവയ്ക്ക് മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തുക. തെറ്റിദ്ധാരണകൾക്കോ വാക്തർക്കങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ വാക്ക്, സംസാരം എന്നിവ വളരെ മിതത്വം പാലിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഒക്ടോബർ മാസം മേടക്കൂറുകാർ തൊഴിൽ, ദാമ്പത്യ ജീവിതം എന്നിവയിൽ ശ്രദ്ധ പുലർത്തിയാൽ ഏറെ ഗുണാനുഭവങ്ങൾ നേടിയെടുക്കാവുന്ന സമയം തന്നെയാണ്. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യൂ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകേര്യം. ഇടവക്കൂറുകാർ ഒക്ടോബർ മാസം തൊഴിലിലും തൊഴിലിടങ്ങളിലും ശ്രദ്ധ വേണ്ടിവരുന്ന കാലമാണ്. തൊഴിലിൽ
ജോലിയുമായി ബന്ധപ്പെട്ട് ജോലിഭാരം, മാനസിക സമ്മർദ്ദം, ടെൻഷൻ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ജോലിസ്ഥലത്ത് അശ്രദ്ധ മൂലം മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. ആയതിനാൽ ശ്രദ്ധാപൂർവം തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കേണ്ടതാണ്. തൊഴിലിടങ്ങളിൽ വാക്ക്, സംസാരം എന്നിവയിൽ മിതത്വം പാലിക്കുക. മാനസിക പ്രയാസങ്ങൾ മൂലം തെറ്റായ വാക്പ്രയോഗങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ടതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്രകളോ ദീർഘദൂര യാത്രകളോ ഉണ്ടാകാം. യാത്രകളിൽ ജാഗ്രത പുലർത്തുക. പുതിയ തൊഴിലവസരങ്ങളോ നേട്ടങ്ങളോ സംഭവിക്കാം. പരിശ്രമത്തിലൂടെ പുതിയ തൊഴിൽ കണ്ടെത്താൻ അനുകൂലമായ സാഹചര്യമാണ്. തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കാം. വിദേശത്തും സ്വദേശത്തും തൊഴിലന്വേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയസാധ്യത ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പഠന വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയാൽ ഉദ്യോഗാർത്ഥികൾക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പഠനത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ആയതിനാൽ പഠനത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതായ സമയമാണ്. ടെൻഷൻ, അശ്രദ്ധ എന്നിവ മൂലം പഠനത്തിൽ നിന്നും വ്യതിചലിക്കാം. പഠനത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തിയാൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് തയ്യാറെടുക്കുന്നവർക്കും സമയം അനുകൂലമാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും. തൊഴിലുമായി ബന്ധപ്പെട്ട് ജോലി ഭാരം കൂടാനും സാധ്യതയുണ്ട്. തൊഴിലിൽ ടെൻഷൻ എന്നിവ സംഭവിക്കാം. പുതിയ ബിസിനസ് നടത്തുന്നവർക്ക് മാനസിക പ്രയാസങ്ങൾ, പിരിമുറുക്കം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നിന്ന് വരുമാനങ്ങളും നേട്ടങ്ങളും ലഭിക്കാം. ധനപരമായി മുന്നോട്ടു പോകാൻ കഴിയുന്ന സമയമാണ്. ധനനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനവിനിമയം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബാങ്ക്, പണമിടപാട് സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി ചെയ്യുന്നവർ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലവുകൾ വർദ്ധിക്കാം. വരവ് ചിലവുകൾ ക്രമപ്പെടുത്തി മുന്നോട്ടു പോകേണ്ടതാണ്. പാഴ്ചിലവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടവക്കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ട സമയമാണ് ഒക്ടോബർ മാസം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദര സംബന്ധമായ രോഗാവസ്ഥകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നിലവിൽ രോഗാവസ്ഥ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. രോഗചികിത്സകൾ, ഭക്ഷണം, വ്യായാമം, ഉറക്കം എന്നിവയിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. യാത്രകളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും ഒറ്റയ്ക്കുള്ള യാത്രകളിലും അശ്രദ്ധ, ടെൻഷൻ എന്നിവ സംഭവിക്കാൻ ഇടയുണ്ട്. ഇടവക്കൂറുകാരുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ സാരമായി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അസുഖങ്ങളോ രോഗസാധ്യതകളോ വന്നു ഭവിച്ചേക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ജാഗ്രത പുലർത്തുക. അവരുടെ ചികിത്സകൾ, റെഗുലർ ചെക്കപ്പ് എന്നിവയ്ക്ക് മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഒക്ടോബർ മാസ അവസാനങ്ങളിൽ ആരോഗ്യകാര്യവുമായി ബന്ധപ്പെട്ടവയിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇടവക്കൂറുകാർക്ക് വിവാഹ ആലോചനകൾക്ക് ഗുണം ലഭിക്കാം. കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സംസാരത്തിൽ ശ്രദ്ധിക്കുക. മാനസിക പ്രയാസങ്ങൾ, ടെൻഷൻ എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ഈ മാസ അവസാനങ്ങളിൽ പ്രത്യേകം കുടുംബ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. മാനസിക പിരിമുറുക്കം, ടെൻഷൻ, മനോവിഷമങ്ങൾ എന്നിവ മൂലം പ്രയാസങ്ങൾ അനുഭവിച്ചേക്കാം. പ്രയാസകരമായ വിഷയങ്ങളിൽ നിന്നും മാനസികാരോഗ്യം വർദ്ധിപ്പിച്ച് മുന്നോട്ടു പോകേണ്ട സമയമാണ് ഇടവക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം
മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരം, തിരുവാതിര, പുണർദം. മിഥുനക്കൂറുകാർ ഒക്ടോബർ മാസം ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട മാസമാണ്. മിഥുനക്കൂറുകാർ തൊഴിലിടങ്ങളിൽ പ്രത്യേകം കരുതലെടുക്കേണ്ട മാസമാണ്. നിങ്ങളുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളിലും വളരെ മിതത്വം പാലിക്കണം. തൊഴിലിടങ്ങളിൽ സംസാരം കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ആയതിനാൽ വളരെ ശ്രദ്ധിക്കുക. തൊഴിലിടങ്ങളിൽ ടെൻഷൻ, മനോവിഷമങ്ങൾ, പ്രയാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾക്ക് സാഹചര്യം നിലനിൽക്കുന്നു. തൊഴിൽ യാത്രകൾ ഉണ്ടാകാം. തൊഴിൽ യാത്രകളിൽ ശ്രദ്ധിക്കുക. ഉദ്യോഗാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും ഗുണം ലഭിക്കും. തൊഴിലന്വേഷകർക്ക് യാത്രകൾ ഉണ്ടാകും. വിദേശ യാത്രകളോ ദീർഘദൂര യാത്രകളോ ഉണ്ടാകാം. തൊഴിലന്വേഷകർക്ക് യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ ഇടവരുന്ന സമയമാണ്. പഠനത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ മികച്ച നേട്ടങ്ങൾ തന്നെ കരസ്ഥമാക്കാവുന്നതാണ്. ഉപരിപഠനത്തിനായി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് അതിലെ തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. ഉപരിപഠന സാധ്യതകൾ നിറവേറ്റാനാകും. ഉപരിപഠനത്തിനായി വിദേശ യാത്രകൾ ഉണ്ടാകാം. യാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കും. ബിസിനസ് സംരംഭങ്ങൾ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ അനുകൂലമായ സമയമാണ്. എന്നാൽ ബിസിനസ് കാര്യങ്ങളിൽ വാക്ക്, സംസാരം എന്നിവ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കാം. ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കൂട്ടുകച്ചവടങ്ങൾ, കൂട്ടു ബിസിനസ് എന്നിവയിൽ ശ്രദ്ധ പുലർത്തുക. വാക്തർക്കങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ബിസിനസ് കാര്യങ്ങളെ ചൊല്ലി പ്രശ്നങ്ങൾക്ക് ഇടവരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സിൽ നിന്ന് ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമുണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ധനവിനിമയത്തിൽ ശ്രദ്ധ പുലർത്തുക. സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കാം. വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കാതെ ഈ മാസം മുന്നോട്ടു പോകാൻ കഴിയുന്നതാണ്. ചിലവുകളിൽ കരുതലെടുക്കണം. അനാവശ്യ ചിലവ്, ധൂർത്ത് എന്നിവ ഒഴിവാക്കേണ്ട സമയമാണ്. മിഥുനക്കൂറുകാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ആരോഗ്യത്തിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. യാത്രകളിൽ ശ്രദ്ധ ചെലുത്തുക. ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും കരുതലെടുക്കുക. യാത്രകളിൽ യാത്രാക്ലേശങ്ങൾ, അപകട സാധ്യതകൾ എന്നിവ ഉണ്ടാകാം. ശരീരത്തിൽ മുറിവ്, ചതവുകൾ, പരിക്ക് എന്നിവ സംഭവിക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധ വേണം. പൊള്ളൽ, ത്വക്കിലെ മുറിവ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഇലക്ട്രിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ഗ്യാസ് ഏജൻസിയിൽ ജോലി ചെയ്യുന്നവർ, ടെക്നിക്കൽ ജോലികളിൽ ഇടപെടുന്നവരും ജോലി ചെയ്യുന്നവരും ഏറെ ശ്രദ്ധിക്കണം. തൊഴിലിടങ്ങളിൽ നിന്നും മുറിവുകളോ പൊള്ളലോ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ ഏറെ ജാഗ്രത പുലർത്തുക. വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരും ഗൃഹോപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോഴും കരുതലെടുക്കുക. യാത്രകളിലും ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ ചികിത്സകൾ, വ്യായാമങ്ങൾ, ഭക്ഷണ ക്രമീകരണം എന്നിവയിൽ ശ്രദ്ധിക്കുക. മിഥുനക്കൂറുകാർ ഒക്ടോബർ മാസം ഏറെ ശ്രദ്ധ ചെലുത്തി തന്നെ മുന്നോട്ടു പോകേണ്ടതായ മാസം തന്നെയാണ്. മിഥുനക്കൂറുകാർക്ക് വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമാണ്. വിവാഹ ആലോചനകളിൽ നിന്ന് ഗുണം ലഭിക്കാം. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ മാറുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ ഐക്യം, സമാധാനം എന്നിവ ഉണ്ടാകും. ഒക്ടോബർ മാസാവസാനങ്ങളിൽ സംസാരത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. മാസാവസാനങ്ങളിൽ പ്രണയബന്ധങ്ങളിൽ ഐക്യക്കുറവ് ഉണ്ടാകാൻ ഇടവരുന്നതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സംസാരത്തിലെ അശ്രദ്ധ മൂലം പ്രയാസങ്ങൾ നേരിടാം. എന്നാൽ
തെറ്റിദ്ധാരണകളും വാക്തർക്കങ്ങളും പരിഹരിക്കാവുന്ന കാലം കൂടിയാണ് ഈ ഒക്ടോബർ മാസം. കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധ പുലർത്തുക, തർക്കങ്ങൾ എന്നിവയ്ക്ക് ഇട കൊടുക്കാതെ മുന്നോട്ടു പോയാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. മിഥുനക്കൂറുകാർ ഒക്ടോബർ മാസം ഏറെ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകേണ്ടതായ മാസമാണ്. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർ തൊഴിലിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. തൊഴിലിൽ മാറ്റം, ട്രാൻസ്ഫർ എന്നിവ ഉണ്ടായേക്കാം. തൊഴിലിടങ്ങളിൽ നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അല്ലാത്ത പക്ഷം ശത്രുക്കൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വാക്ക്, സംസാരം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എന്നിവയിൽ ശ്രദ്ധ പുലർത്തുക. തൊഴിലിടങ്ങളിലെ മത്സര സാധ്യതകളും നിലനിൽക്കുന്നതിനാൽ കരുതലെടുക്കുക. തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കാം. വിദേശത്തും സ്വദേശത്തും തൊഴിലിനായി ശ്രമിക്കുന്നവർ ഏറെ പരിശ്രമിച്ചാൽ മികച്ച തൊഴിൽ നേടാനാകുന്ന കാലമാണ്. ബിസിനസ്സിൽ ശ്രദ്ധ വേണം. സംസാരങ്ങളിലും പങ്കാളിത്ത ബിസിനസ്സിലും ശ്രദ്ധിക്കുക. ബിസിനസ് ഇടങ്ങളിൽ ശത്രുക്കൾ വർദ്ധിക്കാം. ആയതിനാൽ പുതിയ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധയോടെ വിലയിരുത്തേണ്ടതാണ്. ബിസിനസ് സാഹചര്യങ്ങളിൽ കരുതലെടുക്കേണ്ടതുമാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണം ലഭിക്കാവുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസം. പഠന വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമാണ്. മത്സര പരീക്ഷകളിൽ തിളങ്ങാൻ സാധിക്കും. അഭിമുഖ പരീക്ഷകളിൽ വിജയിക്കാനാകുന്ന സമയം തന്നെയാണ്. ആയതിനാൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഏറെ ചിട്ടയോടുകൂടി മുന്നോട്ടു കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ധനച്ചിലവുകൾ, അനാവശ്യ ചിലവ്, ധൂർത്ത് എന്നിവയ്ക്ക് ഇടവരുന്നതാണ്. ധനം കൈകാര്യം ചെയ്യുമ്പോഴും ധനവിനിമയം ചെയ്യുമ്പോഴും വളരെയധികം കരുതലെടുക്കേണ്ടതാണ്. കടബാധ്യതയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. നിലവിലെ ധനസ്ഥിതി, വരുമാനം എന്നിവ കേന്ദ്രീകരിച്ചു മാത്രം ധനവിനിമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാമ്പത്തിക പ്രതിസന്ധികളിലേക്കും കടബാധ്യതകളിലേക്കും പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആയതിനാൽ വരവ് ചിലവുകളെ ഏകോപിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കർക്കിടകക്കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ശരീരത്തിൽ മുറിവുകൾ, കൈകാലുകളിൽ നീര് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ജോലിയും വിശ്രമവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ കരുതലെടുക്കേണ്ട സമയമാണ്. വ്യായാമങ്ങൾ, വിശ്രമം, ചികിത്സകൾ തുടങ്ങിയവയിൽ മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൂരയാത്രകൾ ചെയ്യുമ്പോഴും ഡ്രൈവിംഗ്, ഒറ്റയ്ക്കുള്ള ദീർഘദൂര യാത്രകൾ എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. കർക്കിടകക്കൂറുകാർ പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. തെറ്റിദ്ധാരണകളും ഐക്യക്കുറവും ഉണ്ടാകാനിടയുണ്ട്. ആയതിനാൽ സംസാരത്തിലും പ്രവൃത്തികളിലും കരുതലെടുക്കുക. തെറ്റിദ്ധാരണകൾക്ക് ഇടം വരാതെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ ശ്രമിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഐക്യക്കുറവ്, പരസ്പര ബഹുമാനമില്ലായ്മ, തർക്കങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ആയതിനാൽ ശ്രദ്ധാപൂർവം ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം തേടേണ്ടതാണ്. വാക്ക്, സംസാരം എന്നിവയിൽ മിതത്വം പാലിക്കാൻ ശ്രമിക്കുക. കുടുംബ ബന്ധങ്ങളിലും ഐക്യക്കുറവ്, സന്തോഷമില്ലായ്മ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ആയതിനാൽ കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഏറെ ശ്രദ്ധയോടെ മുന്നോട്ടു കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ്.
കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം. ചിങ്ങക്കൂറുകാർക്ക് ഒക്ടോബർ മാസം തൊഴിലിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ നേട്ടങ്ങൾ, തൊഴിലിൽ ഉയർച്ച എന്നിവ ഉണ്ടാകും. പുതിയ തൊഴിൽ കണ്ടെത്താനാകും. ജോലിയിൽ പ്രൊമോഷൻ, സ്ഥാനമാനങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുള്ള കാലമാണ്. ഉദ്യോഗാർത്ഥികൾ, തൊഴിൽ അന്വേഷകർ എന്നിവർക്ക് പുതിയ തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഉദ്യോഗാർത്ഥികൾ, മത്സര പരീക്ഷകൾക്കും ഗവൺമെന്റ് ജോലിക്കായും പരിശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പരിശ്രമങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുന്ന അനുകൂലമായ സാഹചര്യമാണ് ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നാളുകൾക്ക്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തണം. ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി ഉപരിപഠന സാധ്യതകൾ തേടാവുന്ന സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണ്. കച്ചവടക്കാർ, ചെറുകിട ബിസിനസ് ചെയ്യുന്നവർ എന്നിവർക്കും ബിസിനസ്സിൽ നിന്ന് ഗുണം ലഭിക്കാം. ബിസിനസ്സിലൂടെ ധനനേട്ടം, ബിസിനസ് വിപുലീകരണം, ബിസിനസ് യാത്രകൾ എന്നിവ ഉണ്ടാകാം. സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമുണ്ടാകും. ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. ധനവിനിമയത്തിൽ ശ്രദ്ധ വേണം. ധനച്ചിലവുകൾ കൂടാവുന്ന സമയമായതിനാൽ ധനം ഉപയോഗിക്കുമ്പോഴും ഷോപ്പിംഗ് എന്നിവ നടത്തുമ്പോഴും കരുതലെടുക്കേണ്ടതാണ്. ചിലവുകൾ വർദ്ധിച്ച് കടബാധ്യതയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. ചിങ്ങക്കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ശാരീരിക ആരോഗ്യത്തിൽ ശ്രദ്ധ വേണ്ടിവരുന്ന സമയമാണ്. ശരീരവേദന, ക്ഷീണം എന്നിവ ഉണ്ടാകാം. ആഹാരകാര്യത്തിൽ ശ്രദ്ധ വേണം. കഴിവതും പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഉദരരോഗങ്ങൾ, ഉദരരോഗ സംബന്ധമായ ലക്ഷണങ്ങളോ രോഗങ്ങളോ പിടിപെടാം. ആയതിനാൽ ഭക്ഷണത്തിൽ ക്രമീകരണം പാലിക്കേണ്ടതാണ്. ചെറുവ്യായാമങ്ങൾ, വിശ്രമം, ചികിത്സകൾ എന്നിവയ്ക്ക് മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും കരുതലെടുക്കണം. മാതാപിതാക്കൾ, മക്കൾ എന്നിവരുടെ ആരോഗ്യത്തിലും ചികിത്സാ രീതികളിലും ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹ ആലോചനകൾക്ക് നല്ല സമയമാണ്. വിവാഹ ആലോചനകളിലെ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുന്ന കാലമാണ്. പ്രണയബന്ധങ്ങളിൽ സൂക്ഷിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ, ഐക്യക്കുറവ് എന്നിവ കണ്ടെന്നു വരാം. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ മാനസിക ടെൻഷൻ, മനപ്രയാസങ്ങൾ എന്നിവ ഉണ്ടാകാം. സംസാരത്തിൽ ഏറെ ശ്രദ്ധിക്കുക. വാക്കുകളിലും സംസാരത്തിലും പ്രവൃത്തികളിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന ഒക്ടോബർ മാസം. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഷെയർ ചെയ്യൂ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര. തൊഴിലിൽ അനുകൂലമായ കാലമാണ് കന്നിക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. തൊഴിൽ സംബന്ധമായി യാത്രകൾ, ദീർഘദൂര യാത്രകൾ എന്നിവ ഉണ്ടാകാം. തൊഴിലിൽ സ്ഥാനമാറ്റങ്ങൾ, ട്രാൻസ്ഫർ എന്നിവ ഉണ്ടായേക്കാം. കന്നിക്കൂറുകാർക്ക് ആദ്യ വാരങ്ങളിൽ തൊഴിലിൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉള്ളത്. എന്നാൽ മാസാവസാനങ്ങളിൽ ചില തടസ്സങ്ങളോ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ, തൊഴിലിൽ ജോലിഭാരം, ടെൻഷൻ എന്നിവ അഭിമുഖീകരിച്ചേക്കാം. ആയതിനാൽ മാസാവസാനങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. തൊഴിലിടങ്ങളിലെ പെരുമാറ്റത്തിലും ജോലി സമ്മർദ്ദങ്ങൾക്കും
ഉചിതമായി ജാഗ്രത പുലർത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിലന്വേഷകർക്ക് അനുകൂലമായ സമയമാണ് ഒക്ടോബർ മാസം. ഉദ്യോഗാർത്ഥികൾക്കും ഗവൺമെന്റ് ജോലിക്കായി തയ്യാറെടുക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ്. പഠനത്തിലും ഇന്റർവ്യൂ മുതലായവയിലും മികവ് പുലർത്താനാകും. ചിട്ടയായ പഠനം ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി, നേട്ടം, മികവ്, പ്രശംസ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പഠനത്തിൽ പുരോഗതി കൈവരിക്കാം. പുതിയ പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ അനുകൂലമായ സമയമാണ്. ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റോ ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കാൻ സാധിക്കും. ബിസിനസ്സിൽ അനുകൂലമായ സാഹചര്യമാണ്. മാസാന്ത്യങ്ങളിൽ കന്നിക്കൂറുകാർക്ക് ബിസിനസ്സിൽ നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ബിസിനസ് സംബന്ധമായ യാത്രകൾ ഉണ്ടാകും. ബിസിനസ് സംരംഭങ്ങൾ, ബിസിനസ്, കൂട്ടുകച്ചവടങ്ങൾ എന്നിവ ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഇടവരാതെയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അവസാന വാരങ്ങളിൽ ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തണം. ബിസിനസ്സിൽ ശത്രുതാ മനോഭാവം ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെയധികം ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ബിസിനസ്സിൽ നിന്ന് ധനനേട്ടത്തിന് സാധ്യതയുള്ള സമയം തന്നെയാണ്. ചിലവുകൾ വർദ്ധിക്കാം. വരവ് ചിലവുകളെ പ്രത്യേകം വിലയിരുത്തി മുന്നോട്ടു പോകാൻ കരുതലെടുക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഉദരരോഗങ്ങൾക്കോ ഉദര സംബന്ധമായ ലക്ഷണങ്ങളോ അനുഭവത്തിൽ വരാം. ശരീരത്തിൽ കുരുക്കൾ, അലർജി, ചുവന്ന തടിപ്പുകൾ എന്നിവയ്ക്കും സാധ്യതയുള്ളതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അലർജി ഉണ്ടാകുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കുക. പൊടിപടലങ്ങളുമായി സമ്പർക്കം വരുന്ന രീതികൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകളിൽ ശ്രദ്ധിക്കുക. ഡ്രൈവ് ചെയ്യുമ്പോൾ അശ്രദ്ധ ഒഴിവാക്കി ജാഗ്രത പുലർത്തുക. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ആരോഗ്യത്തിലും ആരോഗ്യ പരിപാലനത്തിലും ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിവാഹാലോചനകൾക്ക് അനുകൂല സമയമാണ്. പ്രണയബന്ധങ്ങളിൽ സൂക്ഷിക്കുക. ഐക്യക്കുറവ്, സംശയം, തർക്കങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സംശയം, മാനസിക ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ എന്നിവ സംഭവിച്ചേക്കാം. സംസാരത്തിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക. തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടവരാതിരിക്കാൻ കരുതലെടുക്കേണ്ട സമയമാണ് കന്നിക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. തുലാക്കൂറ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം. തുലാക്കൂറുകാർക്ക് ഒക്ടോബർ മാസം തൊഴിലിൽ അനുകൂലമായ മാസമാണ്. തൊഴിലിൽ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ നേട്ടങ്ങളിലൂടെ ധനനേട്ടത്തിനും ഭാഗ്യമുള്ള മാസമാണ്. തൊഴിലിൽ പുരോഗതി, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. തൊഴിലിടങ്ങളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഭാഗ്യ അനുഭവങ്ങളും പ്രശംസയും ലഭിക്കുന്നതാണ്. തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കും. സ്വദേശത്തും വിദേശത്തുമായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പരിശ്രമങ്ങൾക്ക് തക്കതായ ഫലം ലഭിക്കുന്നതുമായ മാസമാണ് ഒക്ടോബർ മാസം. ഉദ്യോഗാർത്ഥികൾ അവരുടെ മത്സര പരീക്ഷകളും പഠനങ്ങളുമായി മുന്നേറാൻ സാധിക്കും. ഇന്റർവ്യൂ, മത്സര പരീക്ഷകൾ എന്നിവയിൽ വിജയം നേടാനും അവസരങ്ങൾ വരുന്ന കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന നേട്ടം, പഠനത്തിൽ പുരോഗതി എന്നിവ സാധ്യമാകും. എന്നാൽ പഠനത്തിൽ നിന്നും വ്യതിചലിക്കാതെ പൂർണ്ണമായും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതു കൂടിയായ മാസമാണ് തുലാക്കൂറുകാർക്ക് ഒക്ടോബർ മാസം.
ഉയർന്ന പഠന ലക്ഷ്യം കൈവരിക്കാം. ഉപരിപഠന സാധ്യതകൾ ലക്ഷ്യം വയ്ക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ്. തടസ്സങ്ങൾ നീങ്ങി അതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ്. വിദേശത്തും സ്വദേശത്തുമുള്ള ഉപരിപഠനത്തിന് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാം. തുലാക്കൂറിലെ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ ഗുണാനുഭവങ്ങൾ ലഭിക്കാം. ബിസിനസ്സിൽ പുരോഗതി, നേട്ടം, ബിസിനസ്സിലൂടെ ധനനേട്ടം, സാമ്പത്തികമായ ഉയർച്ച എന്നിവയ്ക്കും ഗുണം ലഭിക്കുന്ന മാസമാണ്. എന്നാൽ ബിസിനസ് സംരംഭങ്ങൾ, കച്ചവടക്കാർ എന്നിവർ മാസാവസാനങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. ചിലവുകൾ വർദ്ധിക്കാൻ സാഹചര്യമുള്ളതിനാൽ ചിലവുകളിൽ ശ്രദ്ധ പുലർത്തുക. ധനസ്ഥിതി മെച്ചപ്പെടാം. ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. ബിസിനസ് വരുമാനത്തിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാം. ചിലവുകളിൽ കാര്യമായി ശ്രദ്ധ ചെലുത്തണം. അനാവശ്യമായ ചിലവുകളോ മറ്റോ ഉണ്ടാകാനിടയുള്ളതിനാൽ വരവ് ചിലവുകളിൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ്. തുലാക്കൂറുകാർ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ ചികിത്സകൾ, വ്യായാമങ്ങൾ, ഉറക്കം എന്നിവയിൽ ശ്രദ്ധിക്കണം. ആഹാരകാര്യത്തിലും കരുതലെടുക്കണം. കഴിവതും പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ആഹാര ക്രമീകരണം പാലിക്കേണ്ടതാണ്. യാത്രകൾ ഉണ്ടാകും. യാത്രകളിൽ ജാഗ്രത പുലർത്തുക. ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും ഒറ്റയ്ക്കുള്ള യാത്രകളിലും കൂടുതൽ കരുതലും ജാഗ്രതയും പുലർത്താൻ ശ്രദ്ധിക്കുക. മാനസികമായ ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ എന്നിവയ്ക്ക് ഇടവരാം. അത്തരം വിഷയങ്ങളിൽ ശ്രദ്ധാപൂർവം ഇടപെടേണ്ടതാണ്. വിവാഹ ആലോചനകൾക്കും വിവാഹത്തിനും അനുകൂലമായ സമയമാണ്. വിവാഹ ആലോചനകൾ വരാം. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കിടയിൽ ഐക്യം, സ്നേഹം എന്നിവ ഉണ്ടാകും. നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുന്ന സമയം കൂടിയാണ്. ദാമ്പത്യ ജീവിതം പൊതുവെ സുഖപ്രദമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ, പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ സാധിക്കുന്ന മാസം കൂടിയാണ് ഒക്ടോബർ മാസം. കുടുംബ ബന്ധങ്ങളിൽ സമാധാനം, ഐക്യം എന്നിവ നിലനിർത്താൻ ശ്രദ്ധിക്കുക. പൊതുവെ കുടുംബാന്തരീക്ഷം അനുകൂലമായിരിക്കും തുലാക്കൂറുകാർക്ക് ഒക്ടോബർ മാസത്തിൽ. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർ തൊഴിലിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. തൊഴിലിൽ മനസ്സ് ഉറപ്പിക്കേണ്ടതായ സമയം കൂടിയാകുന്നു. തൊഴിലിലും തൊഴിലിടങ്ങളിലും അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജോലിയിൽ നീതി പുലർത്തേണ്ട സമയമാണ്. ജോലിയിലെ അശ്രദ്ധയും ജോലിയോടുള്ള സമീപനങ്ങളും മനപ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആയതിനാൽ ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തിയാൽ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. തൊഴിലിൽ സ്ഥാനമാറ്റങ്ങൾ, ട്രാൻസ്ഫർ എന്നിവയ്ക്കു സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രകളോ മറ്റോ ഉണ്ടാകാനിടയുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ്. എന്നാൽ തൊഴിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട യാത്രാക്ലേശങ്ങൾ, അലച്ചിൽ എന്നിവ ഉണ്ടാകാനും സാധ്യതയുള്ളതിനാൽ തൊഴിൽ അന്വേഷകർ ജാഗ്രത പുലർത്തുക. സ്വദേശത്തും വിദേശത്തുമായി തൊഴിൽ അന്വേഷണത്തിന് സാധ്യതയുള്ള സമയം കൂടിയാണ് ഒക്ടോബർ മാസം. പരിശ്രമങ്ങളിലൂടെ തൊഴിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തണം. പരിശ്രമങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് വിജയം, നേട്ടങ്ങൾ എന്നിവ നേടാവുന്നതാണ്. പഠനത്തിലെ അശ്രദ്ധ ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുകൂടിയായ സമയമാണ്. ഉപരിപഠന സാധ്യതകൾക്കും സമയം അനുകൂലമാണ്. വൃശ്ചികക്കൂറുകാർക്ക് ഒക്ടോബർ മാസം ബിസിനസ്സിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. ബിസിനസ്സിൽ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ബിസിനസ്സിലൂടെ ധനനേട്ടത്തിനും വരുമാന വർധനവിനും സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ ലാഭം, പുരോഗതി, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്.
ബിസിനസ് സംബന്ധമായ ചിലവുകളും പണവിനിമയങ്ങളും ഉണ്ടാകാം. ധനച്ചെലവുകൾ ശ്രദ്ധിക്കുക. വരുമാനത്തേക്കാൾ കൂടുതലായി ചെലവുകൾ വർദ്ധിക്കാവുന്ന കാലമാണ് ഒക്ടോബർ മാസം. വരവു ചിലവുകളെ പ്രത്യേകം വിലയിരുത്താൻ കരുതലെടുക്കേണ്ടതാണ്. ധനപരമായി സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റമുണ്ടാകുന്ന കാലം കൂടിയാണ് ഒക്ടോബർ മാസം. ആരോഗ്യകാര്യങ്ങളിൽ വൃശ്ചികക്കൂറുകാർ കരുതലെടുക്കണം. പെട്ടെന്നുള്ള രോഗാവസ്ഥകളോ മറ്റോ ഉണ്ടായെന്നു വരാം. ആഹാരകാര്യത്തിൽ ശ്രദ്ധിക്കുക. പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാരത്തിൽ ചിട്ട, ക്രമീകരണം എന്നിവ ശീലിക്കുക. യാത്രകളിൽ ശ്രദ്ധിക്കുക. ദീർഘദൂര യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഡ്രൈവിങ്ങിനും മറ്റും കരുതലെടുക്കണം. അശ്രദ്ധ ഒഴിവാക്കി വാഹനം ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വാഹന അപകടങ്ങളോ മറ്റോ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തണം. ശരീരത്തിൽ മുറിവ്, ചതവ്, പരിക്കുകൾ പറ്റാനും സാധ്യതയുണ്ട്. ആയതിനാൽ നടക്കുമ്പോഴും യാത്രകൾ ചെയ്യുമ്പോഴും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. അപകട സാധ്യതകൾ ഒഴിവാക്കി ഒറ്റയ്ക്കുള്ള യാത്രകളിലും ദീർഘദൂര യാത്രകളിലും സ്വയം കരുതലെടുക്കാൻ ശ്രദ്ധിക്കുക. വൃശ്ചികക്കൂറുകാർക്ക് വിവാഹത്തിനും വിവാഹ ആലോചനകൾക്കും അനുകൂലമായ സമയമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ വളരെയധികം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധിക്കുക. ഐക്യക്കുറവ്, മനപ്രയാസങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം, ഐക്യം എന്നിവ പുലർത്താനാകും. ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാവുന്ന സമയം കൂടിയാണ്. കുടുംബ ബന്ധങ്ങളിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ശ്രദ്ധ പുലർത്താൻ ശ്രമിക്കുക. വൃശ്ചികക്കൂറുകാർ തൊഴിലിടങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും ഒക്ടോബർ മാസം ജാഗ്രതയും കരുതലും എടുക്കേണ്ടതാണ്. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. ധനുക്കൂറ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം. ധനുക്കൂറുകാർക്ക് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മാസമാണ് ഒക്ടോബർ മാസം. തൊഴിലിൽ പുരോഗതി, അംഗീകാരം, സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. പുതിയ തൊഴിൽ കണ്ടെത്തും. നിലവിലെ ജോലിയിൽ വ്യാപിക്കാനും പുതിയ തൊഴിൽ ആരംഭിക്കാനും ഭാഗ്യമുള്ള കാലമാണ്. തൊഴിൽ അന്വേഷകർക്ക് ഗുണം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾ, ഇന്റർവ്യൂ മുതലായവയിലൂടെ ജോലി ലഭിക്കാനും ഭാഗ്യമുണ്ടാകുന്നതാണ്. സ്വദേശത്തും വിദേശത്തും തൊഴിൽ അന്വേഷകർക്ക് ഗുണം ലഭിക്കാം. ഇന്റർവ്യൂകളിൽ തിളങ്ങാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകുന്നതാണ്. ചിട്ടയായ പഠനത്തിലൂടെ പഠന നേട്ടങ്ങൾ സാധ്യമാകുന്ന കാലമാണ്. പഠനത്തിൽ അംഗീകാരം, പ്രശംസ, മികവ് എന്നിവ ലഭിക്കുന്നതാണ്. ഉപരിപഠനം സാധ്യമാകും. ഉപരിപഠനത്തിനായി വിദേശത്ത് ലക്ഷ്യം വയ്ക്കുന്നവർക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും മാറുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനും ഫലപ്രാപ്തി ലഭിക്കുന്നതായ കാലം കൂടിയാണ് ധനുക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. ബിസിനസ് ചെയ്യുന്ന ധനുക്കൂറുകാർക്ക് ബിസിനസ്സിൽ പുരോഗതി, ലാഭം, വരുമാനം എന്നിവ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ അനുകൂലമായ സാഹചര്യം നേടാൻ സാധിക്കും. നിലവിലെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിലും പുതിയ ശാഖകൾ തുടങ്ങുന്നതിലും അനുകൂലമായ കാലമാണ്. സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റിയ കാലമാണ് ഒക്ടോബർ മാസം. എന്നാൽ കൂട്ടുകച്ചവടങ്ങൾ, കൂട്ടു ബിസിനസ് എന്നിവയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഐക്യക്കുറവോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാം. അത്തരം വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. സംസാരം, വാക്ക്, പ്രവൃത്തികൾ എന്നിവയിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക. ഐക്യത്തോടെ മുന്നോട്ടു പോയാൽ ബിസിനസ്സിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കാം. ധനസ്ഥിതി മെച്ചപ്പെടുന്ന കാലമാണ് ധനുക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. ബിസിനസ്സിലൂടെയും ജോലിയിലൂടെയും മറ്റു വരുമാനങ്ങളിലൂടെയും ധനസ്ഥിതി മെച്ചപ്പെടാം. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ധനച്ചിലവുകൾ കൂടാം. ധനച്ചിലവുകളിൽ ശ്രദ്ധിക്കുക. ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. ധനം കൈകാര്യം ചെയ്യുമ്പോഴും ധനം വിനിമയം ചെയ്യുമ്പോഴും കരുതലെടുക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നുഭവിക്കാം.
ആയതിനാൽ വരവു ചിലവുകളിൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാവുന്ന കാലം തന്നെയാണ് ധനുക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ബ്ലഡ് പ്രഷർ, ഹൃദയ സംബന്ധമായ രോഗാവസ്ഥകൾ, രക്തസംബന്ധമായ രോഗാവസ്ഥകൾ ഉള്ളവർ കരുതലെടുക്കണം. റെഗുലർ ചെക്കപ്പ്, ചികിത്സകൾ എന്നിവ ചെയ്യേണ്ടതാണ്. വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. അശ്രദ്ധ, ടെൻഷൻ എന്നിവ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ടതാണ്. യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹത്തിനും വിവാഹ ആലോചനകൾക്കും അനുകൂലമായ സാഹചര്യമാണ് ധനുക്കൂറുകാർക്ക്. നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ ഐക്യം, സമാധാനം എന്നിവ പുലർത്താനാകും. അവസാന വാരങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഐക്യക്കുറവ്, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയ്ക്ക് ഇടവരാം. ദാമ്പത്യ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഐക്യം, സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ സംസാരത്തിൽ ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിൽ ശ്രദ്ധ പുലർത്തുക. സംസാരങ്ങളിലും വാക്പ്രയോഗങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുക്കൾ ഉണ്ടാകാം. നിങ്ങളുടെ സംസാരം മൂലം ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. മകരക്കൂറ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, തിരുവോണം, അവിട്ടം. മകരക്കൂറുകാർക്ക് തൊഴിൽപരമായി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന കാലമാണ്. തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. സ്ഥാനക്കയറ്റം, സ്ഥാനമാനങ്ങൾ, അംഗീകാരം എന്നിവയ്ക്കും യോഗമുള്ള സമയമാണ്. തൊഴിലിലൂടെ ധനനേട്ടത്തിനും സാധ്യതയുണ്ട്. തൊഴിലന്വേഷകർക്ക് ഗുണം ലഭിക്കും. സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കാനിടയുള്ള കാലമാണ് മകരക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യമാണ്. പഠനത്തിൽ മികവ്, നേട്ടം, പ്രശംസ, അംഗീകാരം എന്നിവ ലഭിക്കാം. ഉപരിപഠന സാധ്യതകൾ എന്നിവയ്ക്കും ഗുണം ലഭിക്കാം. ആയതിനാൽ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോയാൽ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാവുന്നതാണ്. ഉപരിപഠന സാധ്യതകൾ തേടുന്നവർക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. മകരക്കൂറിലെ ബിസിനസ്, സംരംഭങ്ങൾ എന്നിവ ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. പുതിയ ബിസിനസ്, സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റിയ സമയമാണ്. ബിസിനസ് വ്യാപിപ്പിക്കാനും അനുകൂലമാണ്. ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തിയാൽ താരതമ്യേന ഗുണം ലഭിക്കാവുന്ന മാസമാണ് ഒക്ടോബർ മാസം. ബിസിനസ് യാത്രകളോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മകരക്കൂറുകാർക്ക് ധനനേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. ജോലിയിലൂടെ വരുമാന വർധനവിന് അനുകൂലമായ സാഹചര്യമാണ്. ധനവിനിമയത്തിൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം. പ്രത്യേകിച്ച് ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട ജോലിയിൽ പ്രവർത്തിക്കുന്നവർ കരുതലെടുക്കണം. ചിലവുകളിൽ ശ്രദ്ധിക്കണം. വരവ് ചിലവുകൾ ക്രമപ്പെടുത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സിൽ ധനച്ചിലവുകൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കിയാൽ സാമ്പത്തികമായി ഗുണം ലഭിക്കുന്നതാണ്. മകരക്കൂറുകാർ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പെട്ടെന്നുള്ള രോഗാവസ്ഥകളോ മാനസിക സമ്മർദ്ദം, ബ്ലഡ് പ്രഷർ, പ്രമേഹം തുടങ്ങി ജീവിതശൈലീ രോഗങ്ങൾക്കെതിരെ കരുതലെടുക്കേണ്ടതാണ്. ക്ഷീണം, ഉദരരോഗങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ഭക്ഷണത്തിൽ ജാഗ്രത പുലർത്തുക. കൊഴുപ്പുകൾ നിറഞ്ഞതും സ്പൈസി ഫുഡുകൾ ഒഴിവാക്കുകയും ശ്രദ്ധിക്കുക. എരിവ്, ഉപ്പ്, മധുരം എന്നിവ കഴിക്കുന്നതിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക. ആഹാരത്തിൽ ക്രമീകരണവും മിതത്വവും പാലിക്കേണ്ടതായ സമയമാണ് മകരക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. ദൂരയാത്രകൾ ഉണ്ടാകും. ദൂരയാത്രകളിൽ ജാഗ്രത പുലർത്തുക. ഡ്രൈവ് ചെയ്യുമ്പോൾ യാത്രകളിലുമെല്ലാം ജാഗ്രതയും കരുതലും എടുക്കേണ്ടതാണ്. ടെൻഷൻ, അശ്രദ്ധ, ക്ഷീണം എന്നിവ ഉണ്ടാകാൻ സാഹചര്യമുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹ ആലോചനകൾക്ക് അനുകൂലമായ കാലമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുന്നതാണ്. വിവാഹ ആലോചനകൾ വരാം. പ്രണയബന്ധങ്ങളിൽ ഐക്യം, സ്നേഹം എന്നിവ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം, സന്തോഷം, സ്നേഹം, മനസമാധാനം എന്നിവ ഉണ്ടാകാം.
ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ തെറ്റിദ്ധാരണകൾ മാറി മുന്നോട്ടു പോകാൻ ശ്രമിക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. എന്നാൽ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ മാസ അവസാനങ്ങളിൽ ശ്രദ്ധയും കരുതലും എടുക്കണം. വാക്ക്, സംസാരം, പ്രവൃത്തികളിൽ മിതത്വം ശീലിക്കേണ്ടതാണ്. മകരക്കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായ മാസമാണ് ഒക്ടോബർ മാസം. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. കുംഭക്കൂറ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി. കുംഭക്കൂറുകാർക്ക് തൊഴിലിൽ അനുകൂലമായ സമയമാണ് ഒക്ടോബർ മാസം. തൊഴിലിൽ പുതിയ അവസരങ്ങൾ വന്നു തുടങ്ങുന്നതാണ്. ജോലിയിൽ സ്ഥാനമാറ്റം എന്നിവ ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വാക്കിലും സംസാരങ്ങളിലും മിതത്വം പാലിക്കേണ്ടതായ മാസമാണ് ഒക്ടോബർ മാസം. തൊഴിലിടങ്ങളിൽ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതായ സമയം കൂടിയാണ്. കുംഭക്കൂറിലെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി ജാതകർക്ക് തൊഴിൽ പ്രവൃത്തികളിലും തീരുമാനങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പുതിയ തൊഴിലിടങ്ങളിൽ പ്രത്യേക കരുതലെടുക്കണം. കാര്യങ്ങൾ പഠിച്ച് വിലയിരുത്തിയതിനു ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പുതിയ തൊഴിൽ തേടുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. സ്വദേശത്തും വിദേശത്തും തൊഴിലന്വേഷകർക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറി തൊഴിൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. പരിശ്രമങ്ങളിലൂടെ വിജയം നേടാനാകും. വിദ്യാർത്ഥികൾക്ക് പഠന നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പഠനത്തിൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കുക. പഠനത്തിൽ പ്രശംസ, അംഗീകാരം, മികവ് എന്നിവ നേടാൻ സാധിക്കുന്നതാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന സമയം കൂടിയാണ് കുംഭക്കൂറുകാർക്ക്. ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. ഉപരിപഠനത്തിനായി വിദേശ യാത്രകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ്. മത്സര പരീക്ഷകൾ, ഇന്റർവ്യൂ എന്നിവയിൽ നിന്ന് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. കുംഭക്കൂറിലെ ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഒക്ടോബർ മാസം ആദ്യവാരങ്ങളിൽ സംരംഭങ്ങളിലും ബിസിനസ്സിലും കരുതലെടുക്കണം. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആദ്യവാരങ്ങൾ അനുകൂലമായ സമയമല്ല. ബിസിനസ്സിൽ നിന്നുള്ള ലാഭനേട്ടങ്ങൾക്ക് പ്രയാസങ്ങളും തടസ്സങ്ങളും അനുഭവിക്കേണ്ടി വന്നേക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും സംയമനവും ശ്രദ്ധയും ചെലുത്തേണ്ടതാണ്. ബിസിനസ് ചിലവുകൾ വർദ്ധിക്കാവുന്ന സമയം കൂടിയാകുന്നു. ധനവിനിമയങ്ങളിൽ ശ്രദ്ധിക്കുക. സാമ്പത്തികമായി ചില തടസ്സങ്ങൾക്കോ പ്രയാസങ്ങൾക്കോ ഒക്ടോബർ മാസം ഇടയാക്കും. ആയതിനാൽ സാമ്പത്തിക വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ധനനേട്ടങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ വരാം. വളരെയധികം ആലോചിച്ച് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായ മാസം കൂടിയാകുന്നു. ചിലവുകൾ വർദ്ധിക്കുന്ന സമയമാണ്. പാഴ്ചിലവുകളോ ധനവരുമാനത്തിന് മങ്ങലോ സംഭവിക്കാം. വരവ് ചിലവുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായ ഇടപാട്, ധനവിനിമയം, വായ്പകൾ എന്നിവയിൽ പ്രത്യേകം കരുതലെടുക്കേണ്ട സമയം കൂടിയാണ്. പണലഭ്യത കുറയാനിടയുള്ള സമയമായതിനാൽ ചിലവുകളിൽ ശ്രദ്ധിക്കുക. കുംഭക്കൂറുകാർക്ക് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടിവരുന്ന സമയമാകുന്നു. പെട്ടെന്നുള്ള രോഗാവസ്ഥകളോ അലർജി, ക്ഷീണം, മനപ്രയാസങ്ങൾ, ടെൻഷൻ എന്നിവ അനുഭവത്തിൽ വരാം. രോഗാവസ്ഥകളെ കരുതിയിരിക്കുക. ദൂരയാത്രകളിൽ ശ്രദ്ധ വേണം. യാത്രാവേളയിലും പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള യാത്രകളിലും ശ്രദ്ധിക്കുക. ഡ്രൈവ് ചെയ്യുമ്പോഴും വാഹനയാത്രകളിലും കരുതലെടുക്കണം. ടെൻഷൻ, അശ്രദ്ധ എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ വാഹനയാത്രകളിൽ ശ്രദ്ധിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടതാണ്.
കുംഭക്കൂറിലെ നക്ഷത്ര ജാതകരുടെ വിവാഹത്തിലും വിവാഹ ജീവിതത്തിലും ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിവാഹ ആലോചനകൾക്ക് ചില തടസ്സങ്ങൾ വരാം. വിവാഹ തീരുമാനങ്ങളിൽ ശ്രദ്ധിക്കുക. വളരെയധികം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. പ്രണയബന്ധങ്ങളിൽ സംസാരങ്ങളിൽ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാകുന്നു. ഐക്യക്കുറവ്, ബഹുമാനമില്ലായ്മ, അഭിപ്രായ വ്യത്യാസങ്ങൾ, മനപ്രയാസങ്ങൾ എന്നിവ പ്രണയ ജീവിതത്തിൽ അനുഭവത്തിൽ വരാം. നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നീതി പുലർത്താൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ് കുംഭക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. ദാമ്പത്യ ജീവിതത്തിലും അച്ചടക്കവും മര്യാദയും പുലർത്തേണ്ടതാണ്. വാക്കിലും സംസാരങ്ങളിലും പ്രവൃത്തികളിലും ശ്രദ്ധിക്കുക. മനപ്രയാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടായേക്കാം. എല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കുക. സംസാരത്തിൽ ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിലും ശ്രദ്ധിക്കേണ്ടതായ മാസമാണ്. സന്തോഷപരമായ കുടുംബജീവിതത്തിനായി പരിശ്രമിക്കേണ്ടതായ മാസമാകുന്നു. ചില തർക്കങ്ങളോ മനപ്രയാസങ്ങളോ ഉണ്ടാകാം. സംസാരത്തിൽ ഏറെ ശ്രദ്ധ പുലർത്താൻ ശീലിക്കുക. പെട്ടെന്നുള്ള വികാര പ്രകടനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതാണ്. കുംഭക്കൂറുകാർ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടതായ മാസമാണ് ഒക്ടോബർ മാസം. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ. നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസഫലം. മീനക്കൂറ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർക്ക് തൊഴിലിൽ അനുകൂലമായ സമയം തന്നെയാണ് ഒക്ടോബർ മാസം. തൊഴിലിൽ പുരോഗതി, നേട്ടം, മികവ് എന്നിവ നേടാൻ സാധിക്കും. എന്നാൽ തൊഴിലിടങ്ങളിൽ ശ്രദ്ധ വേണ്ടി വരുന്ന സമയം കൂടിയാണ്. തൊഴിലിടങ്ങളിലെ പെരുമാറ്റത്തിലും രീതികളിലും പ്രവൃത്തികളിലും ജാഗ്രത പുലർത്തണം. പ്രധാന തീരുമാനങ്ങളിൽ ആലോചനയോടുകൂടി വേണം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകാൻ. അത്തരം കാര്യങ്ങളിൽ തൊഴിലിലും തൊഴിലിടത്തും ജാഗ്രത പുലർത്തേണ്ടതാണ്. തൊഴിലന്വേഷകർക്ക് അനുകൂല സമയം തന്നെയാണ്. നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതാണ്. പരിശ്രമം കൊണ്ട് തൊഴിൽ നേടാനാകും. സ്വദേശത്തും വിദേശത്തും തൊഴിൽ തേടുന്നവർക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പഠനത്തിൽ നിന്നും വ്യതിചലിക്കാതെ മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കേണ്ട കാലം കൂടിയാണ് മീനക്കൂറുകാർക്ക് ഒക്ടോബർ മാസം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ്, പുരോഗതി എന്നിവ നേടാനാകും. പഠനത്തിൽ നിന്ന് ശ്രദ്ധ മാറാതെ പഠനത്തിൽ മാത്രം ഏകാഗ്രത കൈവരിച്ച് മുന്നോട്ടു പോയാൽ ഉപരിപഠന ലക്ഷ്യങ്ങൾ കൈവരിക്കാം. പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുക. ഉപരിപഠന സാധ്യതകൾ ഉണ്ടാകുന്നതാണ്. ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് അത്തരം വിഷയങ്ങളിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. സ്വദേശത്തും വിദേശത്തും ഉപരിപഠന അനുമതി ലഭിക്കും. നിലനിന്നിരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും മാറുന്ന കാലമാണ്. മീനക്കൂറിലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന മാസമാണ്. ബിസിനസ്, സംരംഭങ്ങൾ എന്നിവ ചെയ്യുന്നവർക്കിടയിൽ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം. സംസാരത്തിലും പ്രവൃത്തികളിലും മിതത്വം പാലിക്കേണ്ടതാണ്. തർക്കങ്ങൾക്ക് ഇടവരാതെ മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കുക. ബിസിനസ് കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ലാഭനേട്ടത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ധനം വിനിമയം, ധനപരമായ ഇടപെടലുകൾ നടത്തുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ്. ചിലവുകൾ, ധൂർത്ത് എന്നിവ സംഭവിച്ചേക്കാം. വരവ് ചിലവുകളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്താൻ കരുതലെടുക്കേണ്ടതാണ്. മീനക്കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പെട്ടെന്നുള്ള രോഗാവസ്ഥകൾ, നിലവിലെ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ എന്നിവർ ഏറെ ശ്രദ്ധിക്കുക. മാനസിക പ്രയാസങ്ങളോ തളർച്ച, ക്ഷീണം, മാനസിക സമ്മർദ്ദം എന്നിവ ഉണ്ടാകാം.
ബ്ലഡ് പ്രഷർ എന്നിവയ്ക്ക് റെഗുലർ ചെക്കപ്പ് നടത്തേണ്ടതാണ്. ഭക്ഷണത്തിൽ കരുതലെടുക്കണം. അനാരോഗ്യപരമായ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരരോഗങ്ങളോ അലർജി എന്നിവ ഉണ്ടായേക്കാം. ശരീരത്തിൽ മുറിവുകൾ എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട സമയമാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ കരുതലെടുക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ആരോഗ്യകാര്യത്തിൽ റെഗുലർ ചെക്കപ്പ്, ചികിത്സകൾ എന്നിവയ്ക്ക് തടസ്സം വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. യാത്രകളിൽ ശ്രദ്ധയും കരുതലും വേണം. ദീർഘദൂര യാത്രകളിൽ കരുതലെടുക്കണം. ഡ്രൈവിംഗ്, ഒറ്റയ്ക്കുള്ള യാത്രകൾ, രാത്രിയാത്രകൾ എന്നിവയിലും ശ്രദ്ധിക്കുക. ടെൻഷൻ, അശ്രദ്ധ എന്നിവ ഉണ്ടായേക്കാം. മീനക്കൂറിലെ വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. വിവാഹ ആലോചനകൾ വരാം. എന്നാൽ ചില തടസ്സങ്ങളോ മറ്റോ ഉണ്ടാകാനും ഇടയുണ്ട്. വിവാഹ കാര്യത്തിലും വിവാഹ നിശ്ചയത്തിലും തീരുമാനങ്ങളിൽ ശ്രദ്ധ വേണ്ടിവരുന്ന സമയമാണ്. ആലോചനകളിലൂടെ മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഒക്ടോബർ മാസം മീനക്കൂറുകാർക്ക് പ്രണയബന്ധങ്ങളിൽ സ്നേഹം, ഐക്യം എന്നിവ ഉണ്ടാകും. മാസാവസാനങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സംസാരങ്ങളിലും തീരുമാനങ്ങളിലും മിതത്വം പാലിക്കേണ്ടതാണ്. തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടായെന്നു വരാം. കുടുംബ ജീവിതത്തിലും മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ.